എന്താണ് വലിയ ആക്ട്രസ് ലൈൻ അങ്ങനെ ബ്ലർഡാണ്. വീട്ടിലെ അമ്മ തന്നെയാണല്ലോ. ഞാൻ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. മേ ബി നിങ്ങൾ പറഞ്ഞ പോലെ ഒഴുക്കിൻ്റെ കൂടെ ആയിരുന്നു. ആ ലേഡിയെ അമ്മ ഹഗ് ചെയ്ത് കരഞ്ഞിട്ടൊക്കെ പോണാണ്. ആ ലേഡി വന്ന് സിദ്ധാർത്ഥിന്റെ തലയിൽ കൈ വെച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് പ്രയാസവും ഉണ്ടായിട്ടുണ്ട്. ട്രൂലി ഹംബിൾ. ഭയങ്കര മോശമായി ഉണ്ടായൊരു ഫിലിമാണ് ജിന്ന്. അത് എന്താണോ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്, ഫിലിംസ് ആർ ലോക്ക് ഇൻ ടൈം, വിൽ ബി ദാറ്റ്. ഇതിന് വിജയം ഹാൻഡിൽ ചെയ്യാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടല്ലോ. ചെയ്ത സാധനം സക്സസ്. ഇതിൽ നിന്നും മറികടക്കണം, ഇത് കഴിയണം, ഇതും കഴിയും, അടുത്തതിലേക്ക് നീങ്ങും. ഓൺ ദ ഗോ ആണെന്നും അവർ അപ്പം ഉണ്ടാക്കി പറയണമെന്നുള്ളത് കുറെ കാലം കഴിച്ചിട്ടാണ് നമുക്ക് ഒരു ആ സമയത്ത് തിരിച്ചറിവും. പിന്നീടുള്ള തിരിച്ചറിവായിട്ട് അന്തരങ്ങളുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നിയാൽ അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുക, അല്ലെങ്കിൽ പോണ വഴിക്ക് അത് കറക്റ്റ് ആയിക്കോളും എന്നതാണ്. ലൈഫിൽ ഒരു പ്ലാൻ ബി ഉള്ള വ്യക്തിയാണ്. പ്ലാൻ Z വരെ ഉണ്ട്. ഞാനൊരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഏത് മേഖലയിലും യു ക്യാൻ പുട്ട് മീ ഇൻ ദാറ്റ്. വെൽക്കം സിദ്ധാർത്ഥ് ഭരതൻ. സ്വാഗതം. ഹായ്. റിയൽ ടു റിയലിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്രൈസിസ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട്? അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നടനാണോ അല്ലെങ്കിൽ ഞാനൊരു ഡയറക്ടറാണോ, ആ ഒരു ക്രൈസിസ് ഞാൻ ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ക്രൈസിസിൽ കൂടെ എപ്പോഴും കടന്നു പോയിട്ടുണ്ടോ? ഓബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ആർക്കായാലും നമ്മൾ ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇതാണോ അതാണോ, ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. അത് തരണം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആരാണ് കറക്റ്റ് പറഞ്ഞത്? ഞാനൊരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഏത് മേഖലയിലും യു ക്യാൻ പുട്ട് മീ ഇൻ ദാറ്റ്. യു ക്യാൻ എന്നെ കഥ എഴുതാൻ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഒരു രംഗം ചിത്രീകരിക്കുന്നതിൽ, അതായത് ഒരു ഡയറക്ടറോ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ടോ പ്ലേസ് ചെയ്യാം. സോ മൾട്ടിപ്പിൾ റോൾസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ പ്രൊഡക്ഷൻ ഒന്ന് ചെറുതായിട്ട്, അതായത് മാനേജിങ് സ്റ്റഫിലും വേണമെങ്കിൽ കൈവയ്ക്കാം. ലൈക്ക് ദാറ്റ്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഒരു കിക്ക് കിട്ടുന്ന ഡയറക്ഷൻ തന്നെയാണോ? അതെ, അതാണ് ഡയറക്ഷൻ തന്നെയാണ്. ഞാനത് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ ഉള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടരെ സിനിമകൾ ചെയ്യുന്ന അങ്ങനെ കാണാറില്ല. അതെ. എന്നാൽ കൂടുതലും ഈ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നതിലാണ് കുറച്ച് ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിദ്ര തൊട്ട് ജിന്ന് വരെയുള്ള സിനിമകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് ഈ ഏറ്റവും ഫേവറേറ്റ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നിദ്രയൊക്കെ ആവും. ഓഫ് കോഴ്സ് എനിക്ക് വർണ്ണത്തിലാശങ്കയാണ്. അത് സാമ്പത്തികമായിട്ട് വലിയ വിജയമായിട്ടുള്ള സിനിമയാണോ എനിക്കറിയില്ല. അത്രയും സൂപ്പർ ഹിറ്റ് അങ്ങനെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എനിക്കും ഡൗട്ട് ഉണ്ട്. കൗട്ട ശിവൻ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. ഞാനത് 2-3 കണ്ടിട്ടുള്ളതാണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ രീതിയാണ്. ആ ഒരു സിനിമ എങ്ങനെയാണ് സംഭവിച്ചത്? കുഞ്ചാക്കോവൻ അങ്ങനെ ക്യാരക്ടർ ഒന്നും മുന്നേ ഒന്നും വന്നിട്ടില്ല. അതിനുശേഷവും ഞാൻ ഈ ചാവേർ വരുന്ന സമയത്തും ഈ പടത്തിന്റെ പേരെടുത്ത ഒരു റെഫറൻസ് പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂല്. ഈ താടിയൊക്കെ വെച്ച ആ ഒരു ലുക്ക്, ഒരു കള്ളിമുണ്ടും മറ്റേ ഇറക്കം പറഞ്ഞ ടൈറ്റ് ഷർട്ടും 3-4 ബട്ടൺസ് ഓപ്പൺ എന്നുള്ളൊരു എക്സ്ട്രീം ഇതിൽ അതൊരു കുറേ പറയാനുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ കേൾക്കാൻ റെഡിയാണ്. വർണ്ണത്തിലാശങ്ക എഴുതിയേക്കുന്നത് തൃശ്ശൂർ ഗോപാൽജി എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകനാണ്. പുള്ളി വർഷങ്ങളായിട്ട് നാടകത്തിൽ സ്കൂൾ ഓഫ് ഡ്രാമ പ്രൊഡക്റ്റാണ്. അതിൽ നിന്ന് നാടകത്തിൽ പ്രൊഫഷണൽ നാടകരംഗത്തും വർക്ക് ചെയ്തിരുന്ന, രംഗചേതനയ്ക്കൊക്കെ നാടകം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഈസ് എൻ ആക്ടർ, റൈറ്റർ, ഡയറക്ടർ, മോസ്റ്റ്ലി ഡയറക്ടർ. അപ്പോൾ എനിക്ക് പുള്ളിയായിട്ട് കുറേ കാലമായിട്ട് പരിചയമുണ്ട്. അറൗണ്ട് 2007 തോന്നുന്നു ഞാൻ പുള്ളീനെ പരിചയപ്പെടണത്. ആക്ച്വലി 2007-06 കാലഘട്ടം തൃശ്ശൂർ വരുന്ന സമയത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ കുറേ സുഹൃത്തുക്കളുണ്ടായി. അങ്ങനെ ആ വളയത്തൂടെ പരിചയപ്പെട്ട ഒരാൾ കുറേ നാളായിട്ട് നമ്മൾ അപ്പോൾ എപ്പോഴും സ്ഥിരം കാണുകയും സംസാരിക്കുകയും സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുകയും. ഈയാടെ വെരി ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് എല്ലാ കാര്യങ്ങളിലും. ആൻഡ് പുള്ളി ഒരു നാടകം ചെയ്തിരുന്നു, അപ്പോൾ അത് കണ്ടിരുന്നു. അതൊരു വളരെ മികച്ച നാടകമായിരുന്നു. ഉവാവ് എന്നായിരുന്നു ആ നാടകത്തിൻ്റെ ഉവാവ്. ഭയങ്കര അടിപൊളി ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. വി യൂസ് ടു ടോക്ക് എ ലോട്ട്. ഞങ്ങൾ ഭയങ്കര സട്ടയറായിട്ട് കളിയാക്കുന്ന 2 പേര് തന്നെ ആയിരുന്നു. പുള്ളി ഒരു സാധനം എടുത്തിടുമ്പോൾ നമ്മളതിൻ്റെ ഏറ്റുപിടിച്ച് കളിയാക്കി അങ്ങനെ പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു camaraderie ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്സിഡൻ്റായി കിടന്ന സമയത്ത് എൻ്റെ സുഖവിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനായി വന്ന ഗോപാൽജി വെറുതെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഐഡിയ പറയും.
ആ അതെ. അന്ന് ഒരു ഐഡിയ, അതായത് ഇങ്ങനെ 4 കള്ളന്മാർ ഒരു ജ്വല്ലറി ഐസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു വേറൊരുത്തൻ വെറുതെ അതിൽ വന്ന് പെട്ട് അവൻ ഇതിൻ്റെ ഇടയിലായി. അവസാനം അവിടുന്ന് അവനെ ഇറങ്ങും. പോലീസുകാർ വന്നിട്ട് ഈ പോലീസുകാരെ ഇത് ചെയ്യാൻ മാറ്റാനായിട്ട് ഇവനെ പറഞ്ഞു വിടുമ്പോൾ ഇവൻ അവിടുന്ന് നൈസായിട്ട് ഊരുന്നതിൻ്റെ ഇടയിൽ പോയി പറഞ്ഞു കൊടുക്കും, അകത്ത് കള്ളന്മാരുണ്ട് സാറേ. ഇതായിരുന്നു ഐഡിയ. വി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ഓൺ ദാറ്റ്. ഈ 4 കള്ളന്മാരും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളതായിട്ട് കഥകളൊക്കെ എടുത്ത് വലിയ വിവരമില്ലാത്ത മണ്ടന്മാരായ കള്ളന്മാർ എന്നുള്ളൊരു ലൈനിൽ കൊണ്ടുവന്ന് ആൻഡ് വി പ്രസൻറ്റഡ് ദാറ്റ്. അപ്പോൾ അതിൽ കള്ളന്മാരുടെ കാസ്റ്റിങ്ങും സാധനവും ഒക്കെ ആയിട്ട് ആഷിഖ് ഉസ്മാനാണ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യണത്, ചാക്കോച്ചനെ ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു, ആസ് യു സെഡ്, പുള്ളിയെ ഒരിക്കലും നമ്മളങ്ങനെ കാണാത്തതുകൊണ്ട് അപ്പോൾ അതിനൊരു ഓപ്പോസിറ്റ് സാധനം സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അതായത് നമ്മളെപ്പോഴും സ്ഥിരം ചിന്തിച്ചിരുന്ന ഒരു ആളെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ നേരെ ഡൈനമിക് ഓപ്പോസിറ്റായിട്ട് കൊണ്ടുപോയി ഇറക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിഷയം, ഒരു സംഭവമാണ് അതിൽ പിടിച്ചത്. അത് ചാക്കോച്ചനും അത് കറക്റ്റായിട്ട് അത് കിട്ടി. നമ്മൾ ഈ ഐഡിയ, അതായത് ഇങ്ങനൊരു ക്യാരക്ടറാണ്, കൗട്ടയാണ്, കൗട്ടയാണ്ടാണ് പുള്ളിക്ക് ആ പേര് എന്നുള്ളൊരു ലൈനിൽ. ആൻഡ് ഹി വാസ് ഓൾസോ വെരി മച്ച് വില്ലിങ് ഫോർ ദാറ്റ്. എക്സാക്ട്ലി ആയിരിക്കാം. ബട്ട് പുള്ളി അത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. നമുക്കൊരു ഭയങ്കര വെളുത്ത സുന്ദരനായ ഒരു കള്ളൻ എന്നുള്ളൊരു സാധനം കിട്ടി. അതായിരുന്നു അതിൻ്റെ ഒരു ജേണി. എനിക്ക് ഇപ്പോഴും അതിന്റെ എനിക്ക് സുരാജേട്ടൻ ഇങ്ങനെ സ്റ്റേജ് വന്നിട്ട് കൈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എപ്പോഴും മീമിൽ വരുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്ന ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ. അത് ഞങ്ങൾക്ക് ആ പടം നമ്മൾ എൻഡ് ചെയ്യണ ഏരിയ ആണ് ആ പടത്തിൻ്റെ. സാധാരണഗതിയിൽ എൻഡ് എപ്പോഴും വന്നിട്ട് ഭയങ്കര ഒരു ഹൈ ഒക്ടേൻ അല്ലെങ്കിൽ ഒരു ഹൈ എനർജി, എപ്പോഴും ഒരു ഇടിയിലോ സാധനത്തിലോ ആണല്ലോ സിനിമ എൻഡ് ചെയ്യണം. അതല്ലാതെ ഇങ്ങനെ ഇപ്പോൾ ഇതുപോലൊരു ക്ലൈമാക്സ് ഇതിനു മുമ്പേ മറ്റേ കഥ പറയുമ്പോഴാണ് സംസാരിച്ച് ഒരു, അപ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ വേറൊരു സട്ടാറിക്കലി വി ആർ ഹിൻറ്റിങ് അറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഇയാൾ ഒരു നല്ല ഉദാഹരണമായ ഒരു കള്ളൻ, വളരെ നല്ല സന്ദേശവും തന്ന് പുള്ളി സൊസൈറ്റിയുടെ മേളിൽ കയറി നിൽക്കുകയാണെന്നുള്ള ഒരു അതാണ് വർണ്ണത്തിലാശങ്ക. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടേ ഉള്ളൂ ആ ഒരു. ശരിക്കും വർണ്ണത്തിലാശങ്ക എന്തിന്റെ ഇതായിരുന്നു? ഇത് താനല്ലയോ അത് എന്ന് പറഞ്ഞ ആശങ്ക എന്നുള്ളത് പെട്ടെന്ന് കണക്റ്റ് ആവും. ഈ നമുക്ക് സിനിമയിൽ നിന്ന് ഒന്ന് മാറി പേഴ്സണലി വന്നു കഴിഞ്ഞാൽ ഈ ഒരു തിരിച്ചറിവാവുന്ന ഒരു പ്രായം, ആ ഒരു ഏജിൽ അമ്മ എന്നൊരു ആക്ട്രസിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടിരുന്നു? അമ്മ എന്ന ആക്ട്രസിനെ അത് ഭയങ്കര എന്താണ്, വലിയ ആക്ട്രസ് ലൈൻ അങ്ങനെ ബ്ലർഡാണ്. ലൈക്ക് വീട്ടിലെ അമ്മ തന്നെയാണല്ലോ. നമ്മൾ വീട്ടിൽ മറ്റേ ഈ സിനിമയിലെ മറ്റേ സാധനം അങ്ങോട്ട് സംസാരിക്കാറില്ലല്ലോ. നീ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആരെന്ത് ചെയ്യണം എന്നുള്ള ചർച്ചകളും അല്ലാതെയുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവും. പിന്നെ വല്ലപ്പോഴും നമ്മളൊരു സിനിമ കാണുമ്പോൾ ഇൻസ്പയർഡ് ആയാലോ അല്ലെങ്കിൽ ഭയങ്കര ഒരു അമ്മയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നത് നമ്മളത് സംസാരിക്കും. വെരി ബ്രീഫ് സംസാരമായിരിക്കും. അതായത് അങ്ങനെ അത് തന്നേടാ അത് അന്ന് അതങ്ങനെ സെറ്റായി ഇതൊക്കെ പറഞ്ഞു. മേ ബി സംടൈം ഷീ വിൽ സേ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ ഇപ്പോൾ ഞാൻ അവിടെ നിന്നാണ് റെഫറൻസ് എടുത്തതെന്നൊക്കെ ചിലപ്പോൾ പിന്നെ ഒരു 1-2 സെൻറ്റൻസിൽ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കി നമ്മുടെ കാര്യത്തിലേക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലേക്ക് പേഴ്സണൽ വിഷയങ്ങളിലേക്ക് നമ്മൾ വരും. ശ്രീകുട്ടിയുടെ കാര്യം അല്ലെങ്കിൽ പറമ്പിൻ്റെ കാര്യം വീടിൻ്റെ കാര്യം ഒക്കെ ആയിട്ട് നമ്മൾ മാറും. ഈ അതായത് ഒരു കരിയർ എന്ന് പറയുമ്പം അമ്മയിൽ ഇത്രയും വലിയൊരു ആക്ട്രസ് എന്നുള്ള തിരിച്ചറിവ് വരുമല്ലോ. ഞാൻ ഇപ്പം ആ ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷം അത് ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് വളരെ ഏർലിയർ ആണ്. വളരെ കുട്ടിയായിരിക്കുമ്പോഴാണല്ലോ, ഈ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴാണല്ലോ അത്തരം ഒരു തിരിച്ചറിവ്. ബിക്കോസ് നമ്മളെപ്പോഴും മദ്രാസിലായിരുന്നു താമസം. സ്കൂൾ വെക്കേഷൻസിനോ കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് നമ്മൾ കേരളത്തിലേക്ക് ട്രെയിൻ വഴിയാണ്. അപ്പോൾ ഈ കേരളത്തിലേക്കുള്ള ട്രെയിനിന് വരുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ മൊത്തം മലയാളികളായിരിക്കുമല്ലോ. അന്നേരമാണ് കാണുന്നത് ഈ ഓട്ടോഗ്രാഫ് വാങ്ങിക്കലും ഇല്ലെങ്കിൽ അയ്യോ അതെ പീസിൽ എഴുതാതെ പറഞ്ഞിട്ട് ആൾക്കാർ കൂടുന്നതും സാധനമൊക്കെ. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഏർലി.
ആ സമയത്ത് തിരിച്ചറിവും നമ്മുടെ പിന്നീടുള്ള തിരിച്ചറിവായിട്ട് അന്തരങ്ങളുണ്ട്. അന്തരങ്ങളുണ്ട് തീർച്ചയായിട്ടും. ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂല് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള സത്യം ഞാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഉൾക്കൊള്ളാൻ സഹായിച്ചത് യാത്രകളാണോ വായനയാണോ? അതെങ്ങനെയാണ് റിയലൈസ് ചെയ്തത്? ആ ഒരു പോയിന്റ് എങ്ങനെയാണ്? അതങ്ങനെ ഒരു ഒറ്റ പോയിന്റിൽ സംഭവിക്കുന്നതല്ല, സ്വിച്ചിട്ട പോലെയുള്ളൊരു ഗ്രാജുവലി വി ടെൻ ടു അക്സെപ്റ്റ് ദാറ്റ്. ഒരു ടൈമാണ് ഏറ്റവും വലിയ ഹീലർ ഇത് പറയുന്ന പോലെ. സമയം അതിനെ അത് ഗ്രാജുവലി സംഭവിക്കുന്നതാണ്. നമ്മളത് തിരിച്ചറിവ് അങ്ങനെയാണല്ലോ, പെട്ടെന്നൊരു മൊമെൻ്റിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ബട്ട് അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് ഒരു കാലയളവിലല്ലേ. ഇപ്പം എനിക്കൊരു ജോലി ഇല്ലെങ്കിൽ ഞാനിങ്ങനെയായി, അത് നമ്മൾ ആ പോയിന്റ് തിരിച്ചറിയുമെങ്കിലും അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിൻ്റെ ഒരു പരിപാടി എന്തായിരിക്കണം എന്നുള്ളത് ഇറ്റ് വിൽ ടേക്ക് ടൈം. നോ. സോ അതാണ്, അതൊരു ഒറ്റ സമയം ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ഒരു മീ ടൈം ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? യാത്ര ചെയ്യുന്ന ആളാണോ, വായിക്കുന്ന ആളാണോ? അതെ അതെ, രണ്ട് മൾട്ടിപ്പിളാണ്. ചിലപ്പോൾ സിനിമ കാണും, ചിലപ്പോൾ എല്ലാം വായിക്കും, ചിലപ്പം മിക്കതും ഡോക്യുമെൻ്ററീസ് കാണും, ചില കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ. അത് വേരിയഡ് സബ്ജക്ട്സ് ആണ്. മിത്തോളജിയിൽ നിന്ന് തുടങ്ങി ഹിസ്റ്ററി പോയി, സയൻസിൽ വന്ന് സ്പേസ് ട്രാവലിൽ പോയി, പലതും ഉണ്ടായിരുന്നു. നമുക്ക് കൗതുകം തോന്നുന്ന, നമുക്ക് അറിയണമെന്ന് തോന്നുന്ന എല്ലാ വിഷയങ്ങളും പഠിക്കുക. അതിൽ പല വിഷയങ്ങളുണ്ടല്ലോ. പിന്നെ സ്പെൻഡിങ് ടൈം വിത്ത് ദ ഫാമിലി തന്നെ കുറേ സമയം അതിൽ തന്നെ പോകും. അല്ല, അപ്പോൾ അത് തന്നെ ലൈക്ക് ദാറ്റ്സ് ഹൗ ഐ സ്പെൻഡ് മൈ ടൈം. ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്താണ് ശരിക്കും? ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് കുറെ ടോപ്പിക് ഉണ്ട്, സ്പേസ് ഉണ്ട്, മിത്തം എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ വായിക്കാനൊക്കെ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഹിസ്റ്ററി വായിക്കാറുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ എവല്യൂഷൻ, റൈറ്റ് ഫ്രം സ്റ്റോൺ ഏജ് ടു മെഡീവൽ ടൈംസ് ടു നൗ, ദാറ്റ്സ് ദെയർ ഇൻ ഈവൻ ഇൻ മൊത്തം ഇന്ത്യയിൽ പരിപാടിയാണ്. ഹിസ്റ്ററിയോട് ഒരു ഭയങ്കര കമ്പുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ് എവോൾവ് ചെയ്ത് വന്നത് എന്നുള്ളത്. അതിൻ്റെ അത് പല എവല്യൂഷൻ ഉണ്ട് കേട്ടോ അതിൽ. ലൈക്ക് ഹൗ ജപ്പാൻ ബൗൺസ് ബാക്ക് ആഫ്റ്റർ നാഗസാക്കി ആൻഡ് ഹിരോഷിമ. അതെങ്ങനെ അത് സംഭവിച്ചു, എങ്ങനെ ആൾക്കാരിങ്ങനെ, ഹൗ ഷാറ്റേർഡ് കുടുംബങ്ങൾ എങ്ങനെ ഒന്നായി. ഇതിലൊക്കെ ഭയങ്കര ഹ്യൂമൻ സ്റ്റോറിയാണല്ലോ ഉള്ളത്. അപ്പോൾ അത് വായിക്കാനും അറിയാനും ഭയങ്കരമായ കൗതുകമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ നമ്മളൊക്കെ ബൗൺസ് ബാക്ക് ചെയ്യുന്നൊന്നുമല്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ ഉള്ളടക്കം വരുന്ന ഏതെങ്കിലും ഒരു സിനിമ വരും ഭാവിയിൽ പ്രതീക്ഷിക്കാവോ? പിന്നെ വരും ഭാവിയിലല്ല, ഇപ്പം തന്നെ പ്രതീക്ഷിക്കാം. അല്ല, ഇത്തരം നമ്മുടെ ഈ സ്റ്റഡീസും സാധനങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്ന വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും, അറിയാതെ റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മളറിയാതെ തന്നെ അതിൻ്റെ ചില ഡെപ്പിക്ഷൻസും സാധനങ്ങളൊക്കെ വരാം. സോ ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ അറിവ് കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഈ കരിയറിന്റെ ഒരു ഗ്രാഫ് എപ്പോഴെങ്കിലും വിലയിരുത്താറുണ്ടോ? അതേ ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരാളാണ്. എനിക്ക് വരുന്നത് ഞാൻ ചെയ്യുന്നു, അങ്ങനെ ഒരു സ്വഭാവമാണോ? അതെയോ എൻ്റെ കരിയർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു ടേൺ വേണം, അങ്ങനത്തെ പ്ലാനിങ്ങിൽ പോകുന്ന ലൈഫാണോ? എങ്ങനെയാണ് കരിയർ ശരിക്കും പോകുന്നത്? പ്ലാനിങ് ഒക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നതിൽ എന്താ കുറവ്? നത്തിങ് ടു പേ, നത്തിങ് ടു ഡു, യു കൻ സിറ്റ് ആൻഡ് പ്ലാൻ. സോ അതിലൊന്നും ഒരു വിഷയമല്ല. ഞാൻ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇപ്പം മേ ബി നിങ്ങൾ പറഞ്ഞ പോലെ ഒഴുക്കിൻ്റെ കൂടെ ആയിട്ടുണ്ടാവും, അത് തിരിഞ്ഞു പോയിണ്ടാവും. ഇപ്പോൾ ഒരു ക്യാരക്ടർ ആക്ടറായാലും സപ്പോർട്ടിങ് ആക്ടറായാലും ഇപ്പോൾ ഒരു നായകനടനായാലും ഒരുപാട് സാധ്യതകളുണ്ട്. സിദ്ധാർത്ഥ് എന്ന വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് സാധ്യതകൾ കിടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, ഇത്രയും വലിയൊരു ലെജൻസിന്റെ മകനാണ്. ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്, ടാലന്റും ഉണ്ട്. പക്ഷെ വലിച്ചുവാരി സിനിമകൾ ചെയ്ത് കണ്ടിട്ടില്ല. ഈ വരുന്നത് ചെയ്യുന്നു എന്ന് അപ്പുറം അങ്ങോട്ട് പോയി ചോദിച്ചു മേടിക്കുന്ന സ്വഭാവം അത് ഇല്ല. ഒരു സാധനം എന്തുകൊണ്ടോ അത് നല്ലതിനാണോ മോശമാണോ എന്ന് ഐ ഡോണ്ട് നോ. ബട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ സൗഹൃദ വലയങ്ങളിൽ പോലും സുഹൃത്തുക്കൾ സിനിമ ചെയ്യുമ്പം ഞാനില്ലേ അങ്ങനെ ചോദ്യം ഉണ്ടാവാറില്ല. ഞാനത് ആകെ ചോദിച്ചിട്ടുള്ള സമീർ താറിൻ്റെ അടുത്ത് പോകുന്നതായിരുന്നു. പക്ഷേ സമീർ അത് പ്രാവശ്യം നകത്തുകയും ചെയ്താ സാറ് നീ ഉണ്ട് എന്നുള്ളതാക്കി. ഈ സമീർ സാഹിറുമായിട്ടുള്ള ഒരു സൗഹൃദം എനിക്ക് തോന്നുന്നു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതും സമീർ താഹിറിന്റെ വണ്ടിയിൽ തന്നെയാണ്. ആ ഒരു സൗഹൃദം എങ്ങനെയാണ് അത്രയും മുന്നേ തൊട്ടുള്ള എങ്ങനെയാണ് ആ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് സ്റ്റാർട്ട് ചെയ്യണത് നിദ്രയിൽ നിന്നാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണത്. പക്ഷേ അതിന് മുന്നേ ഞങ്ങൾക്ക് അറിയായിരുന്നു, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് 1-2 സ്ഥലത്തൊക്കെ.
നിദ്ര ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ സമീർ വാസ് ഓൾറെഡി ഷൂട്ടിംഗ് വിത്ത് ദറ്റ് ക്യാമറ. ഐ തിങ്ക് അവിടെ തമ്മനത്തൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നല്ലോ, അല്ല അവൻ്റെ പൂമ്പാറ്റയുടെ ഒരു ഫ്ലോർ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഉണ്ടോയെന്ന് അറിഞ്ഞത്. അന്ന് അവിടെയായിരുന്നു അത് ടെസ്റ്റ് ചെയ്തിരുന്നത്. പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളിയും ആ ക്യാമറ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഫോർ സോൾട്ട് ആൻഡ് പെപ്പർ. ആഷിക്കും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെയാണ് ഞാൻ അവരെ ആദ്യം പരിചയപ്പെടുന്നത്. ആഷിക്കിനെ എനിക്ക് മുന്നേ അറിയായിരുന്നു, കമൽ സാറിൻ്റെ കൂടെ ഉള്ളൊരു. അങ്ങനെ അത് കഴിഞ്ഞ് ഐ കെയിം ടു നോ. അപ്പോൾ ഞങ്ങൾ നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഐ കെയിം ടു നോ ദാറ്റ് ഹി സ്റ്റാർട്ടിങ് ചാപ്പാകുരിശ്. അപ്പോൾ നമ്മളൊന്ന് വിളിച്ചൊന്ന് സംസാരിച്ച് വെച്ചു. പിന്നെ നിദ്ര ചെയ്യുന്ന സമയത്ത് സഫീർ സേട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇപ്പം ഇല്ല. പുള്ളിയായിരുന്നു എൻ്റെ ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് എനിക്കത് സെറ്റ് ചെയ്ത് തന്നു, സദാനന്ദ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറായിട്ട് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ DOPയുടെ കാര്യങ്ങൾ ചർച്ച വന്നപ്പോൾ സഫീർ സേട്ടാണ് എൻ്റെ അടുത്ത് സമീറിനെ, ഞാൻ പറഞ്ഞു പുള്ളി ഡയറക്ടറായിട്ട് കുറച്ച് മുമ്പായിരുന്നെങ്കിലായിരുന്നു, ഇതിലൊന്ന് വിളിച്ചു നോക്കും, മേ ബി ഇറ്റ് വിൽ വർക്ക്. ആൻഡ് ഐ കോൾഡ് ഹിം അപ്പ്. പുള്ളി എന്നെ വന്ന് കണ്ടു, ഞാൻ കഥ പറഞ്ഞു. പുള്ളി ഇത് കൊള്ളാം, നന്നായിട്ട് നമുക്ക് ചെയ്യാൻ എന്ന് പറയുന്നത്. പിന്നെ തിങ്സ് ഞങ്ങൾ ശരിക്കും സിങ്കായി. അതെ, അത് പിന്നെ സിനിമ ചെയ്യുന്നതോടുകൂടി പരസ്പരമുള്ള ഒരു പ്രൊഫഷണൽ ഇതിൽ വി ജസ്റ്റ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് അവിടെ ആയി. ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നമ്മുടെ ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ റഫ് നോക്കുള്ളൂ. അന്നേരം എനിക്ക് ടച്ച് ചെയ്ത ഒരു മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമീർ ഓടിക്കുന്ന വണ്ടിയിൽ സിദ്ധാർത്ഥ് കയറുന്നു. സിദ്ധാർത്ഥ് കയറി കഴിഞ്ഞപ്പോൾ അമ്മ പുറകിലിരിക്കുന്നു. ഒരു ലേഡി, ഡോക്ടറാണോ എന്ന് എനിക്കറിയില്ല, ആ ലേഡിയെ അമ്മ ഹഗ് ചെയ്ത് കരഞ്ഞിട്ടൊക്കെ പോണാണ്. ആ ലേഡി വന്ന് സിദ്ധാർത്ഥിന്റെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ഓർമ്മയുണ്ടോ? അത് ആ ഒരു അനുഗ്രഹങ്ങൾ കുറെ ഉണ്ടായി. കാര്യമായിട്ട് നമുക്ക് തന്നെ കണ്ണു അറിയാം. ഒരു വളരെ കാര്യമായിട്ട്, എന്നാൽ വളരെ ഏജുള്ള ലേഡി ഒന്നുമല്ല, അന്നൊരു 40 നിൽക്കുന്ന അവരായിരിക്കും. അവർ വളരെ കാര്യമായിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പോകുന്ന ഒരു അനുഗ്രഹങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായി. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് പ്രയേഴ്സും ഉണ്ടായിട്ടുണ്ട്. ട്രൂലി ഹംബിൾഡ്. ലൈക്ക് ഇത്രയധികം ജനങ്ങൾ, ഇൻഡിവിജ്വൽസ് അത് അങ്ങനെ എന്നോട് കാണിക്കുന്നു എന്ന് പറയുന്നതിൽ ഐ എം ട്രൂലി ഹംബിൾഡ്. അതിൽ ഐ എം ലക്കി അഗൈൻ. തീർച്ചയായിട്ടും. ഈ എനിക്കൊന്ന് അപകടം നടക്കുന്നു, പല കിംവദന്തികളും ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പോകണ്ട. ഈ ഇതല്ല സത്യം എന്ന് വിളിച്ചു പറയണം തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ ഒരു തിരിച്ചടി വരുന്നു എന്നുള്ള സിറ്റുവേഷനിൽ നിന്നും ആ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തും ആയിക്കോട്ടെ, വട്ടവർ അത് ഓവർകം ചെയ്യാനായിട്ട് അത് ഓവർകം ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ അങ്ങോട്ട് നീങ്ങിയാൽ മതി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിൽ നിന്നും മറികടക്കണം, ഇത് കഴിയണം, ഇതും കഴിയും, അടുത്തതിലേക്ക് നീങ്ങും. അപ്പം അതിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഇതെന്തായാലും കഴിഞ്ഞല്ലോ, ഇനി അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ മൂവ്. അങ്ങനെയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നിയാൽ അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുക. അല്ലെങ്കിൽ പോണ വഴിക്ക് അത് കറക്റ്റ് ആയിക്കോളും, തന്നെ ആയിക്കോളും. ഈ സമയം ഹീൽ ചെയ്യുന്ന പറയുന്ന പോലെ. എക്സാക്ട്ലി. ഈ ഇപ്പൊ ഒന്ന് ഡൗൺ ആകുമ്പോൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ചിലർ ഭക്ഷണം കഴിക്കും, ചിലർ കിടന്ന് ഉറങ്ങും, ചിലർ എന്തായിരിക്കും ഒന്ന് ഡൗൺ ആയി, ഞാനൊന്ന് ഡൗൺ ആയി, ഇപ്പം എനിക്കത് വൈഫിന്റെ അടുത്ത് എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാണോ, അല്ലെങ്കിൽ വൈഫിന്റെ അടുത്താണോ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു സമയത്ത് ചെയ്യുന്നത്? ഒറ്റയ്ക്കിരിക്കൽ തന്നെയായിരിക്കും. പേഴ്സണൽ റിഫ്ലക്ഷൻ ആണ് കൂടുതലും ഉള്ളത്. ഒറ്റയ്ക്കിരിക്കൽ തന്നെയാണ്. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ, പേഴ്സണൽ സ്പേസ് വളരെ അധികമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എൻജോയ് ചെയ്യുന്ന ആളാണ്. ഈ ലാലേട്ടൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ ഒരുപാട് അത് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പരിധി വരെ ആരില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മളത് ഓക്കെയാണത്. അതെ, എന്റെ അടുത്ത് ആരാ എന്നോട് മിണ്ടത്, അതൊന്നും നമ്മളെ ബാധിക്കില്ലാത്ത. ഈ ഒറ്റയ്ക്കിരിക്കുമ്പോ ചെയ്യുന്ന കാര്യങ്ങളെയും അനലൈസ് ചെയ്യണം. വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തോന്നിയ കാണിച്ചിട്ട് അതില് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ അതിലല്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ ഇറ്റ് ഷുഡ് ബി പ്രൊഡക്റ്റീവ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഐദർ യു brainstorm, think, come to a decision, or you sit and do something. എന്തെങ്കിലും ഒരു സ്കിൽ എൻഹാൻസ് ചെയ്യലോ,
അങ്ങനെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ്, അല്ലെങ്കിൽ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഓവർ തിങ്ക് ചെയ്ത് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അതാണ് ഒറ്റയ്ക്കിരിക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ ഒരു അനാലിസിസും ഉണ്ടാവണം. അപ്പോൾ ദെൻ ആ ഒറ്റയ്ക്കിരിക്കുന്നതൊക്കെ നല്ല മൊമെൻറ്റ്സായി മാറും. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ പേഴ്സണൽ മൊമെൻ്റ് ഉണ്ടല്ലോ, വായിക്കുകയാണോ ഓർ ആർ യു വാച്ചിങ് എ ഫിലിം ഓർ ആർ യു ഡൂയിങ് സംതിങ്, അതിലേക്കൊക്കെ ചാനലൈസ് ചെയ്ത് വിടണം. അപ്പോഴേ നിങ്ങൾ മുമ്പേ പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് അതിൽ നിന്ന് മാറ്റി നമുക്ക് വേറൊരു ഇതിലേക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സംഭവം വരുള്ളൂ. ഈ കുറേ കാലമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ഓടുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു മീമുണ്ട്. ആ മീമല്ല, ഒരു ട്രോൾ എന്ന് പറയാം. ട്രോൾ എന്നല്ല, ഐ മീൻ ഒരു പോസിറ്റീവ് ട്രോൾ എന്ന് പറയാം. മലയാള സിനിമയിൽ ഫ്ലാഷ് ബാക്ക് പറയാനും പറഞ്ഞു ഫലിപ്പിക്കാനും കഥ പറയുന്ന പോലെ പറഞ്ഞു ഫലിപ്പിക്കാനും KPSC ലളിത എന്നൊരു ആക്ട്രസിനോളം മറ്റാർക്കും കഴിവില്ല എന്ന് പറയുന്നത് അത് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ കറുത്തച്ഛനൂട്ടിന്റെ കഥ മറ്റേ അതുപോലെ തന്നെ മണിച്ചിത്രത്താഴിലെ കഥയൊക്കെ എന്തൊരു തന്മയത്തോടു കൂടിയാണ് അമ്മ പറയുന്നത്. ഈ വീട്ടിൽ ഇങ്ങനത്തെ കഥകളൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കഥയാണ് അമ്മ ഇത് പറഞ്ഞ് നമ്മളെ അങ്ങനെയാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അമ്മ പറഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക് വിശ്വസിച്ചു പോകുന്നത്. അല്ല, അത് ഈ ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അപ്പ് ഉണ്ടാക്കുന്ന ഓൺ ദ ഗോ പ്രേത കഥകളാണ്. അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞത്. അല്ല, ഇങ്ങനെ മറ്റേ യക്ഷി ഉണ്ടായിരുന്നു, മാടൻ ഉണ്ടായിരുന്നു, മറ്റേത് മറ്റേ രാത്രി വരുമ്പോൾ അങ്ങനെ മറ്റേ കല്ല് ഒന്നടിച്ച് നമുക്കറിയുമോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അത് ഓൺ ദ ഗോ ആണെന്നും അവർ അപ്പം ഉണ്ടാക്കി പറയണമെന്നുള്ളത് കുറെ കാലം കഴിച്ചിട്ടാണ് നമുക്ക് അതുവരെ ശരിക്കും അയ്യോ ഇവിടെ മറ്റേ സാധനമുണ്ട് ഇപ്പം കല്ലടി വരുന്നത്. ഓക്കെ, അപ്പൊ പിന്നീട് തിരിച്ചറിയുന്ന എങ്ങനെ അമ്മ തന്നെ പറയോ ഞാൻ ചുമ്മാ പറഞ്ഞ കഥ എന്ന് പറയും? അങ്ങനൊന്നുമില്ല, അമ്മ ഒന്നും ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇതൊക്കെ ഗുണ്ടാണെന്നുള്ള കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് കത്തുമല്ലോ അത്. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സിനിമ നോക്കുവാണല്ലേ, നമ്മള് ഇതുവരെ പറയാൻ ധൈര്യപ്പെടാത്ത പല കഥകളും പറയാൻ ഇപ്പൊ നമ്മുടെ ടെക്നീഷ്യന്മാര്, നമ്മുടെ എഴുത്തുകാരും സംവിധായകരും ധൈര്യം കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി എന്താണ്, ഒരുപാട് വാതിലുകൾ സിനിമയ്ക്ക് തുറന്നിട്ട് പോലെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ലിമിറ്റേഷൻ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇത് എന്തും നമുക്ക് തുറന്നു പറയാം. പണ്ട് നമുക്കൊരു ലിമിറ്റിനുള്ളിൽ നിന്നേ നമുക്ക് കഥകൾ ചിന്തിക്കാൻ പറ്റുണ്ടായിരുന്നു. ഒരു സെൻസിറ്റീവായ ടോപ്പിക്സ് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും, ഇപ്പൊ വയലൻസ് പറയാം, അതല്ല കുറച്ച് എന്ത് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എഴുത്തുകാരും സംവിധായകരും ഇപ്പോൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട്. ഇത് സിനിമയുടെ മാറ്റമായിരിക്കും, അത് പ്രേക്ഷകരുടെ ചിന്താഗതി മാറിയെന്ന് ടെക്നീഷ്യന്മാർ തിരിച്ചറിഞ്ഞത് കൊണ്ട് വരുന്ന ഒരു ചേഞ്ച് ആയിരിക്കും. ഇത് നിങ്ങളിപ്പോ പറഞ്ഞതിനെ തിരിച്ചിട്ടാ മതി, അപ്പൊ അത് ആ കറക്റ്റ് ചെയ്യണം. പ്രേക്ഷകരുടെ ചിന്താഗതി മാറിയത് മറ്റേ ടെക്നീഷ്യൻസ് ഇതായപ്പോൾ സിനിമ മാറി. എന്റെ ചോദ്യത്തിന്റെ ഉത്തരവുണ്ട്. അതാ പറഞ്ഞ തിരിച്ചിട്ടാ മതി. അത് അങ്ങനെയാണ് എന്നും സംഭവിച്ചിട്ടുള്ളത്. ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇനി ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റേഷൻസോ സാധനങ്ങളോ അക്സെപ്റ്റ് ചെയ്യാതെ ഇവിടുത്തെ ഇത് മാറില്ലല്ലോ. വിൽ ബി സ്റ്റിൽ, ബിക്കോസ് അതെന്തുകൊണ്ട് മാറുന്നില്ല എന്ന് വെച്ചാൽ ഓഡിയൻസിന് ഇപ്പോഴും അത് തന്നെ മതി, പഴയ സെറ്റപ്പിലുള്ള എന്നുള്ളത് മതി എന്നുള്ളത് ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ തന്നെ നിൽക്കുന്നത്. അവിടുന്ന് ബ്രേക്കായി വരണതും ഇവർ തന്നെയാണ് കാരണം. സോ സിനിമയുടെ നിലനിൽപ്പ് എന്നും ഓഡിയൻസിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 സിനിമകളും ഡയറക്ഷൻ ചെയ്തിട്ടുള്ളൂ. ഈ അഭിനയിക്കാൻ വേണ്ടി കഥകൾ വരുമ്പോൾ സെലക്ട് ചെയ്യുന്നതും ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി കഥകൾ വരുമ്പോൾ സെലക്ട് ചെയ്യുന്നത് അത് നമ്മളുടെ ഓൺ സിനിമയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കും? ആക്ടറിൻ്റെ ആദ്യം പറയുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ പെർഫോം ചെയ്യാനോ ഒരു ഏരിയ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. അത് വലുതോ ചെറുതോ എന്താണെങ്കിലും നമുക്കൊന്ന് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഉണ്ടോ. ഇപ്പോൾ ഐ എം ഗുഡ് എന്നും ഐ എം ഡൂയിങ് ഗുഡ് എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ 2 സിനിമകളിലൂടെ കിട്ടിയ ഫീഡ്ബാക്കിലാണ് ഈ ധൈര്യം വന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതോടെ നോക്കും. അങ്ങനെയുള്ളത് കിട്ടി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ചെയ്യും, വലുതോ ചെറുതോ എന്നുള്ളതിൻ്റെ അല്ല. ആൻഡ് ഡയറക്ഷൻ വൈസ് നമ്മളൊരു സാധനം പറഞ്ഞ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. ഇത് 10 കൊല്ലം കഴിഞ്ഞിട്ടും കാണാം. അന്നും ഈ സാധനം റെലവൻ്റ് ആവണം. വർണ്ണത്തിൽ ആശങ്ക വാസ് ഡൺ ഇൻ 2015. 10 വർഷം മുന്നത്തെ പടമാണ്. നമ്മൾ സിനിമേനെ ടൈമിൽ ലോക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സംഭവമുണ്ട്. ഫോർ എക്സാമ്പിൾ ഗോഡ് ഫാദർ, മലയാളം ഗോഡ് ഫാദർ
10-25 കൊല്ലം അല്ലേ 25 അതിന്റെ മുകളിലായില്ലേ. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ വെരി ഫ്രഷ്. ഇനി ഇതേ പേരുള്ള ഇംഗ്ലീഷ് പടം എടുത്താലും ഗോഡ് ഫാദർ എടുത്താലും 19 കൊല്ലായി. സോ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്, ഫിലിംസ് ആർ ലോക്ക്ഡ് ഇൻ ടൈം, ദേ വിൽ ബി ദയർ. ബട്ട് ചിലത് മേ ബി നമ്മളൊരു 5 കൊല്ലം കഴിഞ്ഞാലോ 10 കൊല്ലം കഴിഞ്ഞാലോ വെൻ വി സീ ചില ഏജിങ് ഫീൽ ചെയ്യാം ചില ഫിലിം. അപ്പോൾ അതല്ലാതെ സിനിമകൾ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഉള്ളിലൊരു ആഗ്രഹം. ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് അവിടെ വെക്കുകയാണല്ലോ, അത് നാളെയും കയൽ എൻ്റെ മകളൊക്കെ കാണുമ്പോഴും ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ് ഓർ ഇറ്റ് ഷുഡ് മൂവ് ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതെ, ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മുന്നേ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പല ഇതിൻ്റെയും റിഫ്ലക്ഷൻസ് അതിൽ വരാം. വാട്ട് എവർ വി ലേൺഡ് ബിഫോർ ഈ പല കാര്യങ്ങളിൽ, അതായത് നമ്മുടെ വ്യൂ പോയിൻറ്റ്സ് പല സബ്ജക്ട്സിൽ ഇതൊക്കെ വരും ഈ കഥ നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു കഥയിലേക്ക്. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്, ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ലോക്കാവുക എന്നുള്ള, മേ ബി ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ ഭയങ്കര കമ്പിയായിരിക്കും ഐഡിയയിലേക്ക്. ഇത് ഞാൻ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങനെ അത്ര പവർ ഉണ്ടാവില്ല. ഒരു 10 ദിവസം കഴിയുമ്പോൾ പിന്നെ തീരെ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ 10 ദിവസം കഴിഞ്ഞും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐഡിയ അവൻ കാമ്പുള്ള ഐഡിയ ആണ് എന്നുള്ളൊരു. സോ അതാണ് 2 ഡിഫറൻസ് സെലക്ട് ചെയ്യുമ്പോൾ. ഇപ്പൊ നിദ്രയും ചന്ദ്രേട്ടനെവിടെയും വളരെ അധികം അഭിപ്രായം കിട്ടിയ സിനിമയാണ്. വർണ്ണത്തിലാശങ്ക എനിക്ക് തോന്നുന്നു വലിയ ഹിറ്റിലേക്ക് പോയില്ല. ഇപ്പൊ ജിന്നിലേക്ക് വരുമ്പോൾ ജിന്നും ഒരുപാട് ഹിറ്റിലേക്ക് വരാതെ ഭയങ്കര മോശമായി ഉണ്ടായ ഒരു ഫിലിമാണ് ജിന്ന്. അത് എന്താണോ മോശമായി റിലീസാവപ്പെട്ട ഒരു സിനിമയാണ്. ഡിസംബർ 30 വരും എന്ന് പറഞ്ഞിട്ട് ഡിസംബർ 30 പടം വന്നില്ല. പിന്നെ ജനുവരി 6 വന്നത്. അപ്പോൾ ഒക്കെ ആരും ലൈക്ക് ഇറ്റ് വാസ് വെരി ബാഡ്. അത് ആ റിലീസ് കയ്യിൽ നിന്ന് പോയി, എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി. പ്രൊഡ്യൂസേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് പോയി. അത് അങ്ങനെ സംഭവിച്ചത്. ഈ അഭിനയിക്കുന്ന സിനിമകൾ ഇപ്പോൾ ഒരു പക്ഷെ വർക്കൗട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ അത് അത്രയും ബാധിക്കില്ല. അതൊരു നായകനടനായിരിക്കും കൂടുതലും ബാധിക്കുന്നത്. പക്ഷെ ഡയറക്ട് ചെയ്ത സിനിമകൾ വർക്കൗട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തന്നെ ഡയറക്ടറെ നല്ല രീതിയിൽ ബാധിക്കും. ഈ വിജയവും അറിഞ്ഞിട്ടുണ്ട്, പരാജയവും അറിഞ്ഞിട്ടുണ്ട്. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൽ വിജയം ഹാൻഡിൽ ചെയ്യാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടല്ലോ, ചെയ്ത സാധനം സക്സസ്. മറ്റത് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. വിജയമാണ് പ്രശ്നം. സൂക്ഷിക്കണം. അതെ, അത് കയ്യിൽ നിന്ന് പോകും. ബിക്കോസ് ഇറ്റ്സ് യുവർ സക്സസ്. എവരിബഡി ഈസ് അപ്രീഷിയേറ്റിംഗ് യു വെറെവർ യു ഗോ യു ആർ. അപ്പോൾ അത് യു ഷുഡ് ബി റിയലി കെയർഫുൾ ആ ടൈമിൽ. വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ അഭിനയത്തിലേക്ക് വരുവാണ്. നമ്മളിവിടെ മെയിനായിട്ട് ഇരിക്കുന്നതിന്റെ റീസൺ ബസൂക്കയാണ്. ഏറ്റവും മെയിനായിട്ട് വരുമ്പോ ഈ എനിക്ക് തോന്നുന്നു ആദ്യം അഭിനയിക്കുന്ന മമ്മൂക്കയുടെ ഇതാണ്, പിന്നീടാണ് പ്രമേയം വരുന്നത്. ഇപ്പൊ ഈ മമ്മൂക്കയുടെ ഒപ്പം ഒരു അഭിനയിക്കാൻ വേണ്ടി ഒരു കോള് വരുന്നു. അന്നേരം ക്യാരക്ടറൊക്കെ നോക്കി തന്നെയാണ് ഓക്കെ പറഞ്ഞത്? അതെയോ മമ്മൂക്ക പടം കോള് വരുന്നു പിന്നെന്താ വൈ നോട്ട് എന്നുള്ള ഒരു ഉത്തരം തന്നെയായിരുന്നു? അത് തന്നെ, വൈ നോട്ട്. വെറുതെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ. ഫസ്റ്റ് വിളിക്കുന്നത് ആരാണ് വിളിക്കുന്നത്? എന്നെ മനോജ് കാരന്തൂർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കൺട്രോളറുണ്ട്. ഹീ ഡിഡ് മൈ ചതുരമൻ ജിന്നോ. പുള്ളിയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സഞ്ജു വൈക്കം വിളിക്കും, ഇങ്ങനെ ഒരു ഫിലിമുണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്താ മനോട്ട് ധൈര്യമായിട്ട് വിളിക്കാൻ പറ. അങ്ങനെ പുള്ളി വിളിച്ചു. പിന്നെ വി ജസ്റ്റ് വൈ നോട്ട്. ഈ ബസൂക്കയില് ഗൗതം വാസുദേവന്റെ ഒപ്പം അതെ അങ്ങനെ ഒരു പോലീസ് അതെ പോലീസ് ടീമാണ്. ശരിക്കും ഗെയിം ത്രില്ലർ എന്ന് അല്ലേ? എന്താണ് ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഗെയിമിംഗ് ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. ഗെയിമിംഗ് ഒരു വേൾഡ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ബട്ട് ഇറ്റ്സ് മോർ ഓഫ് എന്താ പറയുക, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. ഒരാളെ പിടിക്കുമോ പിടിക്കപ്പെടാതിരിക്കുമോ മറ്റേ ആൾ, വി ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്നൊക്കെ പറയണ പോലെ. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം അല്ല കേട്ടോ. അങ്ങനെ തോന്നുകയും ചെയ്യരുത്, ബിക്കോസ് അങ്ങനെയല്ല പടം. ഞാനത് പറഞ്ഞിട്ട് ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എവിടെ ആദ്യം വെച്ചു.
അതായത് അതിൻ്റെ ഒരു മൂഡുണ്ടല്ലോ, ഒരാൾ പിടിക്കാൻ വരുന്നു, മറ്റേയാള് വഴുതുന്നു എന്നുള്ള ഒരു കൈൻഡ് ഓഫ്. ഞാൻ പടം കണ്ടിട്ടില്ല, സോ എനിക്ക് അങ്ങനെ കൂടുതൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അതിനെക്കുറിച്ച്. ബട്ട് അവൻ ആദ്യം ആ കഥകൾ ആദ്യം ആ കഥയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു മൂഡ്, ഇങ്ങനെ ഒരു മൂഡാണ് എനിക്ക് കിട്ടിയത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. പോലീസ് വേഷമാണ്, പോലീസാണ്. പോലീസ് ഡ്രസ്സിലുള്ള ഉണ്ട് ഉണ്ടല്ലേ? ഞാൻ പെട്ടെന്ന് അതിന്റെ അകത്തുനിന്ന് എനിക്ക് ട്രെയിലറാണ് പോലീസ് ഡ്രസ് കാണിക്കുന്നത്. ഓക്കെ, പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. ഈ ഗൗതം വാസുദേവൻ, ഇത് ഒരുപാട് കേട്ട ചോദ്യമായിരിക്കും, ഈ അദ്ദേഹമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, മമ്മൂക്കയായിട്ടൊരു കോമ്പിനേഷൻ, രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നു. ഈ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതായത് മനസ്സിൽ ലഡ്ഡു പൊട്ടി. അത് മനസ്സിലായോണ്ട് ആർക്കും മനസ്സിലായില്ല, എന്നെ മനസ്സിലായില്ല. അതന്നെ, അത് ലൈക്ക് അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുക. എനിബഡി കൂടെ ഔട്ട് ഓൺ ദിസ് റൂൾ, ബട്ട് എനിക്കത് ലാൻഡ് ചെയ്യാൻ പറ്റി, താങ്ക് ഗോഡ്. നമ്മുടെ അവസാനത്തെ ചോദ്യം, ലൈഫിൽ ഒരു പ്ലാൻ ബി ഉള്ള വ്യക്തിയാണോ സിദ്ധാർത്ഥ് ഭരതൻ? പ്ലാൻ Z വരെ ഉണ്ട്, ബി മാത്രമല്ല, Z വരെ ഉണ്ട്. ഒന്ന് പോയാൽ അടുത്തതുണ്ട്. അതിങ്ങനെ കോൺസ്റ്റന്റ്ലി വരണം. അത് ഇറ്റ്സ് ദെയർ ഇൻ സിനിമ. എപ്പോഴും ക്രൈസിസ് വന്നുകൊണ്ടേയിരിക്കും, പറയാൻ പറ്റില്ല. ഈ എല്ലാ ദിവസവും തേങ്ങ ഉടയ്ക്കണം എന്തിനാ? അത് ക്രൈസിസ് വരാതിരിക്കാണ്ട് മഴ പെയ്യല്ലേ ഈശ്വരാന്നുള്ള, ഷൂട്ട് ഉടങ്ങിപ്പോയില്ലെങ്കിൽ മറ്റേതുവരെ കത്തിപ്പോയല്ലേ എന്നുള്ള ഒരു ഇതിലാണ്, ആ ഒരു സാധനത്തിനാണ് ഈ തേങ്ങ ഉടച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ബീങ് യൂസ്ഡ് എനിവെയർ ദാറ്റ് തേങ്ങ. ഓക്കെ ബ്രോ, അപ്പം ഒരുപാട് നേരം സംസാരിച്ചു, കുറച്ചധികം കാര്യങ്ങൾ അറിയാൻ പറ്റി. ബസൂക്ക റിലീസ് വരികയാണ്. എല്ലാ വിജയങ്ങളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.